ദൈവം ഇന്ന് ചിലരെ നോക്കാൻ പോകുക. അവൻ ഇന്നലെ രാത്രി ആത്മാവനോട് പറഞ്ഞു അവൻ ചിലരെ തൊടുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ദൈവം പറയുന്നു ദൈവം ചിലരെ നോക്കാൻ പോകുക. സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ ദൈവം ചിലരെ നോക്കാൻ പോകുക. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ദൈവം ചിലരെ നോക്കാൻ പോകുക. പരാജയങ്ങളെ മാറ്റാൻ ദൈവം ചിലരെ നോക്കാൻ പോകുക. പ്രതിസന്ധി നിൽക്കുന്ന ജനത്തെ ശക്തീകരിക്കാൻ ദൈവം ചിലരെ നോക്കാൻ പോകുക. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിനക്കെതിരെ വരുന്ന ശത്രുവിനെ ജയിപ്പാൻ ദൈവം നിന്നെ നോക്കാൻ പോകുക. നിനക്കെതിരെ വരുന്ന വെല്ലുവിളികളെ നോക്കാൻ ദൈവം നിന്നെ ഒന്ന് നോക്കാൻ വേണ്ടി പോകുകയാണ്. നിന്റെ കുടുംബം, നീ പോകുന്നിടത്ത്, നീ നിൽക്കുന്നിടത്ത്, നീ ചെല്ലുന്നിടത്ത് എല്ലാം നിനക്കൊരു ജയം തരാൻ ദൈവം ഇന്നൊരു പകൽ ദൈവം നിന്നെ നോക്കുന്നു. വിശ്വസിക്കുന്നവരാ മെമ്പർ. Praise the Lord. Hallelujah. ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു 2018. എന്താണെന്നറിയോ, 2018 ഇതുപോലൊരു ഞായറാഴ്ച ഞാനിവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ അന്ന് ഞാൻ പ്രസംഗിച്ച് എഴുന്നേൽറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, കൂരിരുട്ട് ജാതികളെ മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എഴുന്നേൽക്കണമെന്ന് പ്രസംഗിച്ചു. സ്തോത്രം. കുറെ ആളുകൾ പറഞ്ഞു ഈ വർഷം ഇന്നത് വരും, ഉണർവ് വരും, ഇന്നത് വരും, അത് വരും. ഇതെല്ലാം ലൈവ് പോയി. കൃപയാൽ അന്നൊന്നും പറഞ്ഞില്ല. വന്നത് കോവിഡാ. വന്നത് എന്താ? സ്തോത്രം. അതുകൊണ്ട് ആമേൻ, ഈ 2023 വരുമ്പോ ഇവിടെ നിന്ന് ഇന്നത് വരും, ഇന്നത് വരും, ഇന്നത് വരും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇതെല്ലാം റെക്കോർഡായി യൂട്യൂബിൽ കിടക്കുമ്പോ ഇതും എടുത്തുകൊണ്ട് അടുത്ത ദിവസം പൊങ്കാല ഇടാൻ കുറെ എണ്ണം വരും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു കാര്യം പറയട്ടെ, ഏത് പ്രതിസന്ധി വന്നാലും നിന്നെ ദൈവം നോക്കും. ദൈവം നിന്നെ നോക്കും. ദൈവത്തിന്റെ കൃപ നിന്നെ നോക്കും. ദൈവത്തിന്റെ പരിപാലനം നിന്നെ നോക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ നോക്കും. ദൈവശക്തി നിന്നെ നോക്കും. ദൈവത്തിന്റെ ആത്മാവ് ഈ ആരംഭ ദിവസത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധത പറയുന്നു. അപ്പോൾ യഹോവ അവനെ നോക്കി. ആമേൻ. ഞാൻ ഒരു ആത്മീക അർത്ഥത്തിൽ നിങ്ങളോട് പറഞ്ഞു എപ്പോൾ നോക്കി എന്നൊക്കെ ചോദിച്ചിട്ട് 2023 ഞായറാഴ്ച രാവിലെ 9:30 നോക്കിയ ചരിത്രം നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. പക്ഷേ അതല്ല ഈ പുസ്തകത്തിന്റെ ചരിത്രം. ഈ പുസ്തകത്തിന് ഇവിടെ എഴുതിയ വാക്യത്തിന് ഒരു ചരിത്രമുണ്ട്. എന്താണ് ആ ചരിത്രം എന്നറിയാൻ 6-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കണം. 6:1. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എങ്ങനെ ചെയ്തു? യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞേ. അനിഷ്ടമായത് ചെയ്തു. ആമേൻ. യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അങ്ങനെ അനിഷ്ടമായത് ചെയ്ത് മുന്നോട്ട് പോയപ്പോ ദൈവം തന്നെ ഏൽപ്പിച്ചു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതേൽപ്പിച്ചു. മിദ്യാന്റെ കയ്യിൽ 2 വർഷം നമ്മുടെ ഡേവിഡിന്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചു. ആരുടെ കയ്യിൽ? ഒന്ന് മാറ്റിയാൽ മതി. ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? മനസ്സിലായില്ലല്ലേ? കോവിഡിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാ സന്തോഷമായിരുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞു. ഒരു ആമേനൊക്കെ ഒന്ന് പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാള് വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റേ എവിടെയാ താമസിക്കുന്നത്? ഞാൻ ഒരു കുണ്ടന്നൂരാ താമസിക്കുന്നത്. സ്റ്റുഡിയോ ഉണ്ടോ? സ്റ്റുഡിയോ ഉണ്ടോ? ഞാൻ ഒരു സ്റ്റുഡിയോ പണിതിട്ടുണ്ട്. എന്നാ പറ്റി? കോവിഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീണ്ടും അതിനകത്തോട്ട് കയറാൻ സാധ്യത ഉണ്ട്. ഒരു അല്ലെങ്കിലും എന്ന് പറഞ്ഞേ, കല്യാണമോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ട്, വേഗത്തിൽ കഴിച്ചോ, ഡേവിഡ് വരുന്നുണ്ട്. ഒരു സ്വതന്ത്രം ഒന്ന് പറഞ്ഞേ എന്തെങ്കിലും ചെയ്യാനുണ്ട്, പടപടാന്ന് അങ്ങ് വേഗം ചെയ്തേക്കണം. അവൻ വരുന്നെന്നാ കേൾക്കുന്നേ. അവൻ ഒരു കാര്യം ഞാൻ പറയാം, ശാസിച്ച പോവത്തില്ല. എത്ര ഉപവാസിരുന്ന് കോവിഡ് പോകാൻ? ഉപവസിച്ച് എനിക്കും കോവിഡ് പിടിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, അവൻ ഇത് മാറാൻ ഉപവസിച്ചിട്ട് കാര്യമില്ല, ഇത് മാറാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇതേ തമ്പുരാൻ അനുവദിച്ചു വിട്ടേക്കുക. ഇത് ചൈനയുടെ ഫാക്ടറിയിൽ നിന്ന് വന്നതല്ല, ഇത് തമ്പുരാന്റെ ഫാക്ടറിയിൽ നിന്ന് വന്നതാ. എന്തിനാന്നറിയാമോ? ജനമെന്ന് മനം തിരിയാൻ, ജനമെന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ, ജനത്തിന്റെ അകത്ത് ഒരു ദൈവബോധമുണ്ടാകാൻ, ദൈവത്തെ പിൻപറ്റാൻ, ദൈവത്തെ സ്വീകരിക്കാൻ, ദൈവത്തെ അറിയാൻ.
ഒരു സ്വത്രം പറഞ്ഞേ. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്നാണെന്നറിയാമോ സഹോദരന്മാരെ? എല്ലാവരും കേട്ടിരിക്കണേ. ഈ സ്തോത്രം 80 കിലോമീറ്റർ സ്പീഡിൽ പോയി 90 കിലോമീറ്റർ സ്പീഡിൽ പോയി കൊണ്ടുപോയി ഇടിച്ചു, കാലൊടിഞ്ഞു. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഉപദേശി കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്റേ എന്തു പറ്റി പാസ്റ്റേ? ദൈവം ഇത് അടുത്ത ആഴ്ച പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കണം, പിള്ളേരോടൊന്നും സ്പീഡിന് പോകരുതെന്ന് പറയണം. അവൻ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യണേ, നമ്മളോട് പറയണേ പാസ്റ്റർ ഒന്ന് പറയണേ, പറയാം മോനെ. അപ്പോൾ മോൻ്റെ തീരുമാനം എന്താ? ഇല്ല പാസ്റ്റേ, ഞാൻ ഇനി 40 പറ കയറില്ല, 40 കയറില്ല. അങ്ങനെ ഈ കിട്ടിത്തൂക്കിയ കാല് വെച്ച് വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ സ്നേഹിക്കുന്ന അമ്മ നല്ല താറാവും മുട്ട അവൻ മുരിക്കിൻ്റെ ഇല വെച്ച് അവൻ കഴുകിയിട്ട് അവൻ വയറ്റി എല്ലിന് ബലം വെക്കാൻ കൊടുത്തു. ഒരു സ്വത്രം പറഞ്ഞേ, എന്താ കൊടുത്തേ? മുരിങ്ങാക്കായില്ലേ, മുരിങ്ങാക്കായുടെ ഇലയും മുട്ടയും കൂടി വറുത്ത് കൊച്ചൻ്റെ കാലിന് എല്ലിന് ആമേൻ ബലം കിട്ടാൻ വേണ്ടി കൊടുത്തു. 6 മാസം കഴിഞ്ഞപ്പോ ചക്കക്കുരു പോലെയായി എന്ത് ഇവന്റെ കാല്. അവൻ പിന്നെ ഇപ്പൊ എത്ര കയറി? 120 കയറി. ഒരു സ്വതന്ത്രം പറഞ്ഞേ, എത്ര കയറി? 120. അങ്ങനെ പോകുന്ന പോക്കി ബലം പൊട്ടുന്നവരെ വീണ്ടും പഠിച്ചാത്തും ഡൂക്കിടിച്ച സൗണ്ട. ആമേൻ. വീണ്ടും ഞാൻ മെഡിക്കൽ ടെസ്റ്റ് ചെന്നപ്പോൾ അവൻ പറഞ്ഞു, പാസ്റ്റർ ഇനി പ്രസംഗിക്കുമ്പോ പറയണം 20 കൂടുതൽ എടുക്കരുത്. സ്വതന്ത്രം 20 കൂടുതൽ. അമ്മ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, ദൈവമക്കളെ നമ്മുടെ എൽദോന് പറ്റിയ അപകടം നിങ്ങൾ കണ്ടല്ലോ. എൽദോ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പേര് പറഞ്ഞേ. എൽദോന് പറ്റിയ അപകടം നിങ്ങൾ കണ്ടല്ലോ. എൽദോ 120 പോയി വണ്ടി ഇടിച്ചു, ഡൂക്കൊരു പരുവത്തിലായി കിടക്കുകയാണ്, ആരും സ്പീഡ് എടുക്കരുത്. ആമേൻ. അവന്റെ ഒരു അഭ്യർത്ഥനയാണ് 20 കിലോമീറ്റർ സ്പീഡിൽ പോവരുത്. അമ്മ മാറ്റി പിടിച്ചു. അമ്മ അസ്ഥിക്ക് ബലമുള്ള ഹോർലിക്സ് കലക്കി കൊടുത്തു. കൊച്ചു പിന്നെയും ആമൻ മുട്ടാടിനെ പോലെയായി. സ്തോത്രം. കൊച്ചു വീണ്ടും എത്ര കയറി? 140 കയറി. ഒരു അല്ലലി ഒന്ന് പറഞ്ഞേ. ഇതാ മനുഷ്യന്റെ കുഴപ്പം. നമ്മൾ ബലപ്പെടുമ്പോൾ തീരുമാനം മാറ്റും. ഒരു അല്ലലി എന്ന് പറഞ്ഞ് കഴിഞ്ഞ 1-ാം തീയതി എന്തെല്ലാം ജോംസനെയൊക്കെ കല്യാണത്തിന് മുമ്പ് എന്നും ഞാനിവിടെ കാണണം. ഇപ്പൊ കണ്ടിട്ടിന് എത്ര നാളായി? എന്നെ ഇടക്കിടക്ക് വിളിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു വർഷമായി നിന്റെ കോളനിക്ക് വന്നിട്ട് മറ്റൊന്ന് മെസ്സേജൊക്കെ വിട്ട് എന്നോട് വചനത്തിൻ്റെ സംശയമൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ ആ വചനം എന്താ, ഈ വചനം സ്നേഹിക്കുന്നുണ്ട് പറയാ കേട്ടോ. അവൻ ഇപ്പോൾ ഒരു വിളിയൊന്നും ഇല്ല. ഒരു അല്ലലി എന്ന് പറഞ്ഞേ. പലരും ഉണ്ട് പേര് പറയണോ അങ്ങനെ പലരും എന്നെ വിളിച്ചുകൊണ്ടിരുന്നു, പക്ഷേ വിളിയൊന്നും ഇല്ല. എന്നാ പറ്റി? നമ്മുടെ തീരുമാനമൊക്കെ മാറും. നമ്മൾ ഈ മുട്ടയും മുരിങ്ങക്കലേക്ക് അടിച്ച് ഒന്ന് ബലപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ തീരുമാനത്തിലൊരു അയവ് വരും. പക്ഷേ 2023 ഞാൻ ിപ്പിച്ചെന്ന് പറയാൻ പോകുക, നിന്റെ തീരുമാനം മാറരുത്. ദൈവത്തോടുള്ള തീരുമാനത്തിൽ ഒരു മാറ്റം വരരുത്. ദൈവസന്നിധിയുള്ള തീരുമാനത്തിൽ ഒരു വ്യതിയാനം വരരുത്. കാരണം നിത്യതയോട് അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പുതുവർഷം വന്നു, ഒരു വർഷം പോയി. നിങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് അത്ര സന്തോഷം പോരാ. എന്താണെന്നറിയോ? ഒരു വയസ്സ് കൂടി. നിങ്ങൾ സമ്മതിച്ചില്ലേലും ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പ്രായം പറയുമ്പോൾ എൻ്റെ വൈഫ് പറയും, എന്തിനാ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുള്ളിക്കാരത്തേക്ക് പേടിയാ പ്രായം പറയാൻ. ഇന്നലെ എന്നോട് ചോദിച്ചു, ഇപ്പോഴും നിങ്ങൾ കയറിയിട്ട് വയസ്സനായി ഇടി എൻ്റെ പ്രായം ഞാൻ പറയാം, നാട്ടുകാർ പറയൂ. സ്വാതന്ത്ര്യം അല്ലേ? അപ്പം നമുക്ക് ഒരു വയസ്സ് കൂടി എന്ന് പറഞ്ഞേ. ഒരു വയസ്സ് കൂടിയതോടൊപ്പം വീടിനോട് അടുത്ത് കുറച്ചുകൂടി വന്നു. ഏത് വീടിനോട്? എൻ്റെ അപ്പൻ്റെ വീടിനോട്, എൻ്റെ നിത്യതയുടെ വീടിനോട്, എൻ്റെ തമ്പുരാന്റെ പണിയുന്ന വീടിനോട്, നിത്യ തുറമുഖത്തോട് ഞാൻ അല്പം കൂടി അടുത്തു വന്ന ദൈവ പൈതലേ. അതുകൊണ്ട് ദൈവം പറയുന്നു, മിഥ്യാന്യയുടെ കയ്യിൽ ഏൽപ്പിക്കരുത്. സ്തോത്രം. അപ്പൊ എപ്പോഴാ യഹോവ നോക്കിയെന്നറിയാമോ? ഒന്ന് വായിച്ചേ. 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? ദൈവം അങ്ങനെയൊക്കെ ചെയ്യുമോ? ദൈവം അങ്ങനെയൊക്കെ ചെയ്യും. ഇസ്രായേൽ മക്കൾ എടുത്തിട്ട് മിദ്യാന്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ 7 വർഷം എന്താന്ന് വെച്ചാൽ ചെയ്തേക്കാൻ പറഞ്ഞു. ഒരു അല്ലലെന്ന് പറഞ്ഞേ. അവിടെ സ്വോത്രം എന്ന് പറയുന്നേ.
ഹല്ലേലൂയ. എത്ര വർഷം? 7 വർഷം. എന്താന്ന് വെച്ച് ചെയ്യാൻ മിദ്യാന്യരുടെ കയ്യിലോട്ട് തമ്പുരാൻ ഇസ്രായേൽ മക്കളെ ഏൽപ്പിച്ചു. ചുരുക്കി പറഞ്ഞ ഇവന്മാരെല്ലാം കൂടി എടുത്തിട്ട് ഇസ്രായേൽ മക്കളെ അങ്ങ് അമ്മാനമാടി. എത്ര വർഷം? 7 വർഷം. നമുക്ക് കോവിഡ് 2 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവർക്ക് 7 വർഷം. നമ്മുടെ ഭാഷ പറഞ്ഞാൽ നെല്ലിപ്പലക പുറത്തു വന്നു. നെല്ലിപ്പലക പുറത്തു വന്നു. അതിനകത്തുനിന്ന് ഒരൊറ്റ ഒരുത്തൻ ഒരു സ്വോത്രം പറ. ഒരു സ്വോത്രം എന്ന് പറഞ്ഞേ. അവൻ 7 സംവത്സരം ദൈവം മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ച ആ ദിവസത്തിന്റെ നടുവിൽ ഒരുത്തൻ പറഞ്ഞു, എനിക്കൊരു തിരിച്ചുവരവ് വേണം, എനിക്കൊരു മടങ്ങി വരവ് വേണം, എനിക്കിതിനകത്ത് ഒരു തിരിച്ചുവരവ് ഉണ്ടായേ പറ്റൂ, എനിക്ക് കഷ്ടത മാറിയേ പറ്റൂ, എനിക്ക് ബുദ്ധിമുട്ട് മാറിയേ പറ്റൂ, എന്റെ നന്മ തിരിച്ചു പിടിച്ചേ പറ്റൂ, എന്റെ അനുഗ്രഹം തിരിച്ചു പിടിച്ചേ പറ്റൂ. പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, ആരെല്ലാം കഷ്ടം അനുഭവിച്ചാലോ ഇതിനകത്ത് ഒരുത്തന് ഒരു മടങ്ങി വരവ് ആവശ്യമെങ്കിൽ, ഒരു തിരിച്ചു വരവ് അവൻ പ്രതീക്ഷിക്കുന്നെങ്കിൽ ദൈവം നിന്നെ നോക്കാൻ പോകുക, ദൈവം നിന്നെ ശ്രദ്ധിക്കാൻ പോകുക. മറ്റാരും നോക്കിയില്ലേലോ ദൈവം നിന്നെ ഇന്ന് ആത്മാർത്ഥമായി നോക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. എത്ര പേര് പറയോ, എനിക്കിങ്ങനെ കിടന്ന പോരാ, എനിക്കിങ്ങനെ ജീവിച്ചാ പോരാ, എനിക്കൊന്ന് എഴുന്നേ പറ്റൂ, എനിക്കൊന്ന് പൊങ്ങിയേ പറ്റൂ. സ്വോത്രം 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 സ്വോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനകത്ത് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുക, 7 സംവത്സരം ജനത്തെ ദൈവം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ജനമെല്ലാം നട്ടം തിരിയുമ്പോ ഒരുത്തൻ എന്നാ ചെയ്യുന്നറിയാമോ? അവൻ സ്തോത്രം, അവൻ ഗോതമ്പ് മെതിക്കാൻ അവൻ നേരെ ഗോതമ്പിന്റെ ചക്കിലോട്ട് പോയില്ലേ, മുന്തിരി ചക്കിന്റെ അടുത്ത് കൊണ്ടുപോയി അവൻ ഗോതമ്പ് മെതിക്കുക. ഒറ്റക്ക് നിന്ന് ചവിട്ടുക. രാത്രിയാകട്ടോ, ഒറ്റക്ക് നിന്ന് ചവിട്ടുക. കൂടെ ചവിട്ടാൻ ആരുമില്ല, ബന്ധുക്കളില്ല, നാട്ടുകാരില്ല, അപ്പനില്ല, അമ്മയില്ല. ഇവൻ ഒറ്റക്കങ്ങ് ചവിട്ടുക. ചവിട്ടി ചവിട്ടി വിഷമിച്ചു. ഇവൻ ചവിട്ടുമ്പോ തന്നെ ഇവന്റെ കണ്ണുകൾ മുഴുവൻ ചുറ്റും നോക്കിയ. ആരാടെ നോക്കുന്നേ? ഗിദെയോനെ. എന്താ ഈ നോക്കുന്നേ? ഗിദെയോന്റെ മറുപടി, ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മെതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗോതമ്പിന്റെ മണിക്കകത്തുനിന്ന് ഒരു മണിനെ പോലും ശത്രുവിന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു സ്വോത്രം പറ ദൈവമക്കളെ, ഒരു സ്വോത്രം പറ, സ്വോത്രം പറ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, 10,000 പേർ ഇതിനകത്ത് കൂടി വന്നാലും ഒരുത്തൻ ഇന്ന് പകൽ അങ്ങനെ ഒരു തീരുമാനത്തോടെ എഴുന്നേറ്റാൽ നിന്റെ ചരിത്രം ദൈവം മാറ്റും, നിന്റെ ചരിത്രം ദൈവം മാറ്റും, നിന്റെ ചരിത്രം ദൈവം മാറ്റും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദൂത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു അരുളപ്പാട് 2023 നിങ്ങളോട് പ്രസംഗിപ്പാൻ ഗിദെയോൻ പറഞ്ഞു, എന്റെ നന്മ നിങ്ങൾക്കത് അറിയണമെങ്കിൽ അടുത്ത 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മതി. 3-ാമത്തെ വാക്യം. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമലേക്യരും കിഴക്കുദേശക്കാരും അവരുടെ നേരെ വരും. ഇസ്രായേൽ മക്കൾ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്കുദേശക്കാരും അവരുടെ നേരെ വരും. ഈ വിതച്ച് കൊയ്തുകൊണ്ട് വരുമ്പോ ആരൊക്കെ വരും? മിദ്യാന്യരും അമാലേക്യരും. പത്രക്കാർ വരും. പിന്നെ പറയുന്നേ പറഞ്ഞു, മോൻ പറഞ്ഞു, ഇവരങ്ങനെയൊന്നും ചെയ്യാത്തവരാ പറഞ്ഞു. വരൂ പുള്ളി പറഞ്ഞു. പത്രക്കാർ വരും. പിന്നെ പാലുകാർ വരും, കടക്കാർ വരും. പറഞ്ഞു. അടുത്തത് പറഞ്ഞോ, എന്താന്ന് വെച്ചാൽ പറഞ്ഞു. അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, എന്തെങ്കിലുമൊക്കെ വരുമെന്ന് ചോദിക്കും. മാസാടകക്കാർ വരും, വാടകക്കാർ വരും, EMA-ക്കാർ വരും. എന്തെല്ലാം അവർക്കെതിരെ മിദ്യാന്യര് മാത്രമേ കിഴക്ക് ദേശക്കാർ വന്നുള്ളൂ. റോബിൻസേര് 5 കൂട്ടരാ വന്നേ. ഇത് റോബിൻസിന്റെ ചരിത്രമല്ല, ഇത് നിങ്ങളുടെ ചരിത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കൂടി പ്രതിനിധിയാ ആ ദൈവദാസൻ, അല്ലേ? കൊയ്ത് വീട്ടിനകത്തോട്ട് കേറിയില്ല. കേറിയപ്പോ കിഴക്ക് ദേശക്കാരൻ വന്നു, മിദ്യാന്യർ വന്നു, അമാലേക്യർ വന്നു. തൊണ്ടൊക്കെ പിടിച്ചേക്ക് വെക്കടാന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പരുവത്ത് നിൽക്കുമ്പോഴാ പാര് പറയുന്നത്,
ഒന്ന് ലുലുവില്, ഒന്ന് പറയുന്നു ലുലുവില്. കോരി എടുത്തിട്ടൊരു ഒറ്റ. ഞാനൊരു പരുവത്ത് നിൽക്കുക. ഇട്ടിരുന്ന ഷർട്ടും പാൻറ് വരെ അമാലിക്കരും മിഥ്യാന്യരും ഊരിക്കൊണ്ടുപോയി. ഞാനൊരു പരുവത്ത് നിൽക്കുക. നിനക്ക് കണ്ടൂടെ? എൻ്റെ അവസ്ഥ കണ്ടൂടെ? ഞാനിനി എവിടെ നിന്ന് കൊണ്ടുവരാനാ? ഞാനിനി എവിടെ നിന്ന് മേടിച്ചു തരാനാ? ഇന്ന് പകൽ ആത്മാവെന്നോട് പറയുന്നു, നീ തിരിച്ചു പിടിക്കാൻ പോകുകയാ. നീ തിരിച്ചു പിടിക്കാൻ പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എവിടേക്കെയോ കാലിയായ മേഖലകൾ, എവിടേക്കെയോ എത്തിക്കിട്ടാത്ത മേഖലകൾ, എവിടേക്കെയോ തീർക്കാൻ കഴിയാത്ത മേഖലകൾ, യേശുവിന്റെ നാമത്തിൽ ദൈവജനം ആരാധിക്കുമ്പോൾ ശരിക്കും ആരാധിച്ചിട്ട് പറ, അങ്ങനെ എന്നെ ഞെരുക്കിയ, അങ്ങനെ എനിക്കെതിരെ നിന്ന, അങ്ങനെ എന്റെ കൈകളെ ശൂന്യമാക്കിയ, എന്റെ കുടുംബത്തെ ശൂന്യമാക്കിയ ദുഷ്ടന്റെ വ്യാപാരത്തെ ഈ പകൽ ശാസിക്കുക. ഓ ഹല്ലേലൂയ. ആമേൻ. എൻ്റെ കുഞ്ഞു പ്രായം മുതൽ കൊച്ചി പട്ടണത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. എല്ലാ ഞായറാഴ്ച രാവിലെയും സൈക്കിളിന് 2 അണ്ണന്മാർ വരുമായിരുന്നു. അണ്ണന്റെ മുഖം ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടേക്കാൻ. ലൂണയുടെ ചെരുപ്പ് മേടിക്കാൻ വരെ അണ്ണന്റെ മുഖം കാണേണ്ടി വന്നു. മനസ്സിലായില്ല? അറിയാത്തവർക്കും അറിയാം. അവൻ ഈ കൊച്ചി പട്ടണത്തിലെ തമിഴ്ക്കാരൻ അവൻ അണ്ണന്മാർ കൊണ്ടുവന്ന് പലിശക്ക് തരുമായിരുന്നു. 100-10 ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഒരു അല്ലെന്ന് പറഞ്ഞ് 99 രൂപയുടെ ബാറ്റയുടെ ചെരുപ്പ് മേടിക്കാൻ ഒരിക്കൽ അണ്ണൻ്റെ ഇന്ന് ഞാൻ പലിശക്ക് എടുത്തു. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇവൻ ഞായറാഴ്ച രാവിലെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് സാർ 10 രൂപ കൊടുക്കാനാ, 10 രൂപക്ക് സ്വതന്ത്രം. ഉള്ളതെല്ലാം അമ്മച്ചിക്കും കൊടുത്തു, ഉള്ളതെല്ലാം അപ്പനും കൊടുത്തു, ബാക്കിയെല്ലാം വീട്ടിൽ ചെയ്ത് അവസാനം കഴിഞ്ഞ് ഈ അണ്ണൻ്റെ സാറ് വിളിയേക്കുമ്പോൾ നെഞ്ചിനകത്തൂടി ഇടിവെട്ടി കയറുക. എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രാർത്ഥന മുറി പറഞ്ഞു, നിന്റെ ചർച്ചിലെ ദൈവമക്കളോട് പറയണം, ഒന്നും എത്തിപ്പറ്റാത്ത, ഒന്നും എത്തിച്ച് തീർക്കാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിൽ ഒരു തിരശീല വീഴുന്ന ദിവസമാ. ഇല്ല ദൈവദൈവത്തിലെ ഈ ദൂതനോട് പ്രതികരിക്കുന്നെങ്കിൽ ചാടി പിടിച്ചോ. നിന്റെ ജീവിതം എവിടേക്കാ തികക്കേണ്ടത്, എവിടേക്കാ പൂർത്തീകരിക്കേണ്ടത്, എവിടേക്കാ ചെയ്തു തീർക്കേണ്ടത്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അവൻ വിതക്കാഞ്ഞിട്ടല്ല ദൈവദാസനെ. സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണേ. വിതക്കാഞ്ഞിട്ടല്ല, അവൻ വളമിടാഞ്ഞിട്ടല്ല, അവൻ വരമ്പ് കൊയ്യാഞ്ഞിട്ടല്ല, തടമെടുക്കാഞ്ഞിട്ടല്ല. പക്ഷെ നീ കിളക്കും, നീ വിത്ത് വിതക്കും, നീ അതിനുവേണ്ടി വളമിടും. പക്ഷെ നീ വളമിടാലും നീ വിതച്ചാലും നിന്റെ നന്മ വീട്ടിനകത്ത് കിട്ടുന്നില്ല. എവിടെയോ പിശാച് അത് കൊത്തിക്കളയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. അഭിഷിക്തന്മാർ എഴുന്നേറ്റ് നിൽക്കുക. അതിനെ ബ്രേക്ക് ചെയ്യുക. ദൈവജനത്തിനിടയിൽ വിടുന്ന എല്ലാ കെട്ടുകളും ഇന്ന് പകൽ അഴിയട്ടെ. ദൈവജനത്തിന്റെ മേൽ ഇടുന്ന ദാരിദ്ര്യത്തെ യേശുവിന്റെ നാമത്തിൽ ദൈവം ഇന്ന് തകർക്കട്ടെ. ദാരിദ്ര്യ പിശാചിനെ ദൈവം തകർത്ത് കളയട്ടെ. ഒന്നിനും എത്തിക്കിട്ടുന്നില്ല, ഒന്നും ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല, ഒന്നും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്ന ദൈവത്തിന്റെ ആത്മ പറയുന്നു. ഇല്ല, നീ വായ്പ വാങ്ങുകയില്ല, നീ വായ്പ കൊടുക്ക. ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ പ്രവചിച്ചു പറയുന്നു, അതിനെതിരെ നിൽക്കുന്ന സകല കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ അഴിയട്ടെ. സഭ അഴിക്കുന്നു, സഭ പൊട്ടിക്കുന്നു. ഓ ഹുഡബലബലബല ഭൗഡബരന്തല ഭൗഡബരത്തലബ ഋഗതകരന്തല ഭൗഡബരത്തി ചൂടകരത്തി വശന്ത അൽക്കൽക്കട്ടം ചൂടക്കട്ടി വടകച്ചാനി അൽക്കടകട്ടം ചൂടവരത്തി വട്ടക്കടകം ചൂടകരത്തം വീരവന അൽക്കൽക്കടകം ജാനക്കട്ടി വണ്ടക്കട്ടം ജാനന്തി അൽക്കൽക്കട്ടം ചൂടക്കാനി കട്ടക്കടക ചൂടക്കാനി അൽക്കുണരത്തല ചൂടകരത്തല വീരവരത്തല വക്ഷവരം ദോറിക്കലമ ഓറി ബാബാ ബാബാ സന്തേരം ദോറി ബീരി ബീരി. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, ഞാനൊരു നിങ്ങളുടെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി എന്നും ആത്മാവിൽ കരയുകയും
നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു ഉദ്ധാരണം ഉണ്ടാകണമെന്ന് ഹൃദയം തുറന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ കൈകൂപ്പിക്കൊണ്ട് നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ ഈ പറഞ്ഞ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിട്. ഇന്ന് സഭ പൊട്ടിക്കും, ഇന്ന് സഭ പൊട്ടിക്കും, ഇന്ന് സഭ പൊട്ടിക്കില്ല. അല്ല, ഈ 2023 നിങ്ങളുടെ കയ്യിൽ വരുന്ന ഒരു നന്മയോ അത് തടുത്തു വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. വരുന്നതിനേക്കാൾ ചെലവ്, കിട്ടുന്നതിനേക്കാൾ ചെലവ് ഒന്നിനും എത്തുന്നില്ല. എൻ്റെ കുഞ്ഞിന് നല്ലൊരു വസ്ത്രം മേടിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല, എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. എന്തിനേറെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിന് ഒരു നല്ല ആഹാരം മേടിച്ചു കൊടുക്കാൻ പലതും എനിക്ക് എത്തുന്നില്ല. അവൻ ഇന്ന് പകൽ അവൻ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ അവൻ ക്രിസ്തുയേശുവിന്റെ ധനത്തിന് ഒത്തവണ്ണമായി പൂർണ്ണമായി തീർത്തു തരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ ഈ 2023 ചർച്ചിനകത്ത് ദൈവജനത്തിന്റെ സകല ബുദ്ധിമുട്ടുകളോ ദൈവദാസന്മാർ കൈവച്ചെന്ന് പ്രാർത്ഥിച്ചേ പ്ലീസ്. അഭിഷിക്തന്മാർ ഇറങ്ങി ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേ. ഇറങ്ങി പ്ലീസ് ദൈവദാസന്മാരെ ഒന്നിറങ്ങി പ്രാർത്ഥിക്കേ. ഇത് നമ്മുടെ ജനമാ, ഇവർ നമ്മുടെ സഭയാ. ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കള് നമ്മുടെ കുഞ്ഞുങ്ങളാ. അവിടെ മേലെല്ലാം ഒരു കൃപ വെളിപ്പെട്ട് വരണം. കൈവച്ച് ദൈവദാസ് പ്ലീസ്. എല്ലാ ലീഡേഴ്സോ, എല്ലാ സെൽ ലീഡേഴ്സോ ഇറങ്ങി പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചോ, 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 ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. എല്ലാ കുടുംബങ്ങളുടെ മേൽ ഒരു വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ. എല്ലാ കുടുംബത്തിന്റെ അകത്ത് എല്ലാ ദാരിദ്ര്യം മാറട്ടെ. എല്ലാ കൂടാരത്തിനകത്ത് നിന്ന് ഇനിയ ദാരിദ്ര്യം ഉണ്ടാവരുത്. ദൈവജനം അനുഗ്രഹിക്കപ്പെട്ടു. ദൈവജനത്തിനെതിരെ നിൽക്കുന്ന സകല ദാരിദ്ര്യത്തിന്റെ കെട്ടുകളോ ഞങ്ങളുടെ ആലയത്തിനകത്ത് ചർച്ചിനകത്ത് ഒരു കുഞ്ഞു പോലും ദാരിദ്ര്യം അനുഭവിപ്പാൻ എന്റെ ദൈവം അനുവദിക്കല്ലേ. ദാരിദ്ര്യ പിശാചിനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുക. എല്ലാ ഞെരുക്കങ്ങള് അവരെ വിട്ട് മാറട്ടെ. എല്ലാ ഞെരുക്കങ്ങള് അവരുടെ കുടുംബങ്ങളെ വിട്ട് മാറട്ടെ. എല്ലാ ഞെരുക്കങ്ങള് മാറട്ടെ, 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 മാറട്ടെ. എല്ലാ ഞെരുക്കവും മാറട്ടെ. എല്ലാ കെടുതികളും മാറട്ടെ. ദൈവജനം ദൈവത്തിൽ ആനന്ദിക്കട്ടെ. ദൈവജനം ദൈവത്തിൽ സന്തോഷിക്കട്ടെ. ദൈവജനം ദൈവത്തിൽ ആനന്ദിക്കട്ടെ. സ്തോത്രം. ആമേൻ, ആമേൻ. ഞങ്ങളെ ഇന്ന് ഈ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഞാൻ ഈ പ്രസംഗിക്കുന്നത് കേട്ടോ, പറയുന്നത് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഇത് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാ. ഈ ലോകത്തെ ഏത് അപ്പനാ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട് കാണാൻ ആഗ്രഹിക്കാത്തത്? അങ്ങനെയാണെങ്കിൽ ഇവരുടെ അപ്പൻ എന്ന നിലയിൽ എനിക്ക് ആഗ്രഹമുണ്ട്. ഇവർക്ക് നല്ല വീട് വേണം, നല്ല കാറ് വേണം, നല്ല ആമൻ സഞ്ചരിപ്പാൻ അവർക്ക് നല്ല വാഹനങ്ങൾ വേണം, കേറിക്കിടക്കാൻ നല്ല വീട് വേണം. സ്വർഗീയ അപ്പച്ച, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം അത് ചെയ്തേ പറ്റൂ. വീടില്ലാത്തവർക്ക് ദൈവം വീട് കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ദൈവം ജോലി കൊടുക്കണമേ. 2023 ഞങ്ങൾ അവരെ ബ്ലസ് ചെയ്യുന്നു. ദൈവിക അനുഗ്രഹം ഉളവായി വരട്ടെ. ഓ താങ്ക് യു ജീസസ്. ആമേൻ. ഇന്ന് രാവിലെ എന്തുകൊണ്ട് ദൈവം എന്നോട് ഈ വാക്യം, ഞാൻ ഈ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ 2000 പുതുവർഷത്തിൽ കൊടുക്കേണ്ട ഒരു മെസ്സേജ് ആണോ അങ്ങനെക്ക് തരുന്നത്? പരിശുദ്ധാത്മാവോട് പറഞ്ഞു, നീ അതും ഇതുമൊന്നും ചോദിക്കണ്ട, ഞാൻ പറയുന്നത് പ്രസംഗിച്ചാൽ മതി. സ്വതന്ത്രം. ഞാൻ ഒരു പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ കീഴ്പ്പെടുന്നു, അങ്ങെന്ത് പറഞ്ഞാലും ഞാനത് പ്രസംഗിക്കാം. കർത്താവ് എന്നോട് പറഞ്ഞു, ജനത്തെ ഞാൻ വിടുവിക്കും. സ്തോത്രം. പക്ഷെ ഒറ്റ ദൂത് മറക്കല്ലേ, ജനത്തെ വിടുവിക്കും, വിടുവിക്കും, വിടുവിക്കും എന്ന് പറഞ്ഞ് ആ വിടുവിക്കുന്നത് മാത്രം ടൈപ്പ് ചെയ്ത് വെക്കരുത്. അടുത്ത ദൂത്, എഴുന്നേക്കാൻ ഒരു ഗിദെയോൻ ഉണ്ടാകണം. ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ ഒരു ഗിദെയോൻ ഉണ്ടാവണം. ചോദിക്കാൻ തയ്യാറാണോ? ചോദിക്കാൻ തയ്യാറാണോ? റോബിൻസൺ മാഷേ, എന്താ ഗിദെയോൻ ചോദിച്ചത്? അതിന്റെ 2-3 വാക്യം. ഗിദെയോൻ ചോദിച്ച 2 ചോദ്യമുണ്ട്. ഒന്നിട്ടേ. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്,
അയ്യോ യജമാനന്, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? ഒന്നാമത്തെ ചോദ്യം, ദൈവം കൂടെ ഉണ്ടായിട്ടെന്നാ ഈ മിഥ്യാന്യർ കൊണ്ടുപോകുന്നേ? ദൈവം കൂടെ ഉണ്ടായിട്ടെന്നാ ആമൻ കിഴക്ക് ദേശക്കാർ കൊണ്ടുപോകുന്നേ? ദൈവം കൂടെ ഉണ്ടായിട്ടെന്നാ ഇവരെല്ലാം കൊയ്തണ്ടു പോകുന്നേ? രണ്ടാമത്തെ ചോദ്യം, യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? അത്ഭുതം എവിടെ? ഒന്ന്, ദൈവം കൂടെ ഉണ്ടായിട്ടെന്നെ ഇങ്ങനെ സംഭവിക്കുന്നേ. രണ്ട്, ദൈവത്തിന് അത്ഭുതം എന്തേ? അപ്പൊ ഗിദെയോൻ അറിയാം ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. രണ്ട് ചോദ്യം, ദൈവം കൂടെ ഉണ്ടായിട്ടെന്നാ ഇങ്ങനെ സംഭവിക്കുന്നേ? രണ്ടാമത്തെ ചോദ്യം, അത്ഭുതം എവിടെ? അവൻ രണ്ട് ചോദ്യം, ദൈവം കൂടെ ഉണ്ടായിട്ടെന്നാ ഇങ്ങനെ സംഭവിക്കുന്നേ? രണ്ടാമത്തെ ചോദ്യം, അവന്റെ അത്ഭുതം എന്തേ? ഇത് രണ്ടിനും മറുപടി 2023 ദൈവം നിനക്ക് തരും. ഒന്ന്, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കാം. രണ്ട്, അത്ഭുതം മരിച്ചു പോയിട്ടില്ലെന്ന് ദൈവം തെളിയിക്കാം. ദൈവം തെളിയിക്കാം. ദൈവം തെളിയിക്കാം. അത്ഭുതം തീർന്നിട്ടില്ല. അത്ഭുതം തീർന്നിട്ടില്ല. അടയാളം തീർന്നിട്ടില്ല. രണ്ട് കാര്യങ്ങൾ ദൈവം തെളിയിക്കും കുഞ്ഞെ. രണ്ട് കാര്യങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ അടിവരയിട്ട് തെളിയിക്കും. ഒന്ന്, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ദൈവം തെളിയിക്കാം. രണ്ട്, അത്ഭുതം തീർന്നിട്ടില്ല. അത്ഭുതം തീർന്നിട്ടില്ല. അപ്പൊ ദൈവം കൂടെയുണ്ടെന്നും അത്ഭുതം നിന്നു പോയിട്ടില്ലെന്നും ദൈവം ചെയ്യും, തെളിയിക്കും. അത് കാണും. അത് കാണും. ഒരു സ്തോത്രം പറ. ഞങ്ങള് സ്തോത്രം, ഇത് പുൽപ്പിറ്റ പ്രസംഗമല്ല, വീട്ടിലും ഇതാ പ്രസംഗം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ലച്ചുമോൻ പറയാഞ്ഞ ഒരു സാക്ഷ്യമാണ്. അവന് ബികോമിൻ്റെ റിസൾട്ട് വന്നു. നല്ല ഉന്നത വിജയം ദൈവം അവന് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, പപ്പാ എനിക്ക് പുറത്തു പോയി പഠിക്കണം. ഞാൻ അവന് പുറത്തു പോയി പഠിച്ചോ, പഠിച്ചിട്ട് തിരിച്ചു ഇവിടെ വരണം, നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേല ചെയ്യണം. അവൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ 21 ദിവസം ഉപവാസം. ഈ ഉപവാസത്തിൽ അവൻക്ക് ഉപവാസം ഇരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഒരല്പം ലേറ്റ് ആയാലും കുഴപ്പമില്ല, ദൈവസന ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് മോൻ പോയാൽ മതി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പോകേണ്ട സമയം അങ്ങ് പോയി. സ്വതന്ത്രം. അവൻ ഇവിടെ ഇരിക്കുന്ന ജോൺസൺ നിമിത്തം അവൻ ഒരു ജോലിയിലെ ഒരു കമ്പനിയിലേക്ക് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി അവനെ വിളിച്ചു. അവനോട് പറഞ്ഞു, പപ്പ ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞു നീ കയറ്, ദൈവാത്ഭുതം ചെയ്യും. സ്വതന്ത്രം. ഒന്നാമത്തെ ഇന്റർവ്യൂ കഴിഞ്ഞു, രണ്ടാമത്തത് കഴിഞ്ഞു, അവർ സെലക്ഷനും കഴിഞ്ഞു. ആദ്യമേ അവര് ട്രെയിനിങ് ആയിട്ട് 3 മാസം എടുത്തു. 19,000 രൂപ ശമ്പളം പറഞ്ഞു. 3 മാസം എടുത്തില്ല. 1 മാസം പോലും ആകുന്നതിന് മുമ്പേ ആ ട്രെയിനിങ്ങിന്റെ ടെസ്റ്റും കഴിഞ്ഞു, അവൻ എക്സാമും കഴിഞ്ഞു. അതിലും അവൻ റിസൾട്ടോടെ പാസ്സായി പുറത്തു വന്നു. ഞാൻ പറഞ്ഞു ദൈവം അത്ഭുതം ചെയ്യും, ദൈവം അത്ഭുതം ചെയ്യും, ദൈവം അത്ഭുതം ചെയ്യും. അവൻ ഇപ്പൊ 22,000 രൂപയുടെ സാലറിയുമായിട്ട് അവന്റെ 21ാമത്തെ വയസ്സിൽ അവൻ രംഗപ്രവേശനം ചെയ്തു. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് നീ പാടുമ്പോൾ, ഇവിടെ നിന്ന് ഇത് വായിക്കുമ്പോൾ ഒരത്ഭുതം നിന്റെ പുറകിൽ വെച്ചിട്ടുണ്ട് ദൈവം. മറക്കില്ല കേട്ടോ. ഇതൊന്നും ചുമ്മാതല്ല കുഞ്ഞെ. ഇതൊക്കെ പ്രസംഗിക്കും ഓർക്കണം. ഇതിനകത്ത് കൈയടിച്ച് തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം. ഇതിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് മാന്യതയുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്വതന്ത്രം ചെയ്യുക. ദൈവാത്ഭുതങ്ങളുടെ ദൈവ, ദൈവാത്ഭുതങ്ങളുടെ ദൈവ. ഞാൻ അവനോട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കും, ഇതൊന്നുമല്ല ഇവർ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ദൈവം ചെയ്യും. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ അത്ഭുതമാ പറയുന്നത്. ആത്മാവിൽ ഒരു തീരുമാനമെടുക്കാമോ? 2023 എൻ്റെ വീട്ടിനകത്ത് ഞാൻ അത്ഭുതം പറയും. എൻ്റെ കൂടാരത്തിനകത്ത് ഞാൻ അത്ഭുതം പറയും. എല്ലാവരും പറ. അവൻ അങ്ങനെ വരും ഇങ്ങനെ വരുമെന്നല്ല, അത്ഭുതം ഞാൻ പറയും. എൻ്റെ വീട്ടിൽ അത്ഭുതം നടക്കാം, എൻ്റെ ചർച്ചിനകത്ത് അത്ഭുതം നടക്കാം. വായ തുറന്ന് പറഞ്ഞ് ഞാൻ അത്ഭുതം കാണും. ദൈവം എവിടെ? ദൈവം എവിടെ? സ്വതന്ത്രം. ഇത് കറക്റ്റ് ടൈമിൽ എനിക്ക് നിർത്തണം. ഞാൻ അതിനുവേണ്ടി ബന്ധപ്പെടുകയാ. സ്തോത്രം. 35 ലക്ഷം ജനം ഇല്ല, അതിൽ കൂടി 35 ലക്ഷം കനാനിൽ ചെന്നപ്പോഴാ. ഇപ്പോ കോടികളാണ്. കോടിക്കണക്കിന് ജനം കഷ്ടതയും പട്ടിണിയും നിന്നയും അനുഭവിക്കുമ്പോ ഒരുത്തൻ ശത്രു കാണാതെ മുന്തിരിച്ചക്കിന് അടുക്കൽ നിന്ന് എന്ത് ചവിട്ടുന്നു?
ഗോതമ്പ് മെതിക്കുന്നു. അവിടെ ഇറങ്ങി വന്നു. സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ ഒറ്റ ദൂത് പറയാം. എൻ്റെ വീടിൻ്റെ തെക്കേ പറമ്പ്, വടക്കും പറമ്പാണ് തെക്കും പറമ്പാ, തെക്കേ പറമ്പിൽ ജോഷിപ്പാസ് പറഞ്ഞു കേട്ട ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അനുഭവമില്ല, അത്ഭുതം ശ്രദ്ധിച്ചിട്ടില്ല. ജോഷിപ്പാസ് പറഞ്ഞു തന്ന ദൈവത്തെ ആ പറമ്പിൽ ഇറങ്ങിയിട്ട് മുട്ടുമടക്കിട്ട് ഞാൻ ചോദിച്ചു, കർത്താവേ, എൻ്റെ ബലഹീനതകളും ഞാൻ സീറോയാണെന്നും അങ്ങേക്കറിയാം. പക്ഷെ എനിക്ക് അങ്ങയെക്കുറിച്ച് ഒരറിവുണ്ട്, അങ്ങ് അത്ഭുതവാനാ. അതുകൊണ്ട് എൻ്റെ ഒരു പ്രാർത്ഥനയാ, അങ്ങേക്ക് എന്നെ ഒന്ന് തൊടാൻ പറ്റുമോ? അന്ന് രാത്രി ദൈവം തൊട്ടു മക്കളെ, അന്ന് രാത്രി ദൈവം തൊട്ടു. ഇന്ന് പുൽപ്പിറ്റിൽ നിന്ന് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ രാത്രിയിലെ പറമ്പിലെ തൊടല ഇന്ന് ഈ 28 വർഷം ദൈവം എന്നെ ഇവിടം വരെ നിർത്തിയത്. ഈ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാ. വിശ്വസിച്ചാമേൻ പറ കുഞ്ഞെ, ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. നീ ചോദിച്ചില്ലേ എവിടെയാ ദൈവമെന്ന്? നീ ചോദിച്ചില്ലേ ദൈവം കൂടെ ഉണ്ടായിട്ട് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്? എന്നാൽ മറുപടി കേൾക്ക, ദൈവം തിരുത്തും. നിർത്താം അല്ലേ? ബന്ധപ്പെടുകയാ. പക്ഷെ ഒരു കാര്യം, 2 ചോദ്യം ചോദിച്ചു. ദൈവം ഉണ്ടായിട്ട് അത്ഭുതങ്ങൾ എവിടെ? ദൈവം ഉണ്ടെന്ന് കൊണ്ട് തന്നെ ഇങ്ങനെ 2 അത്ഭുതം എവിടെ? 2ന്റെ മറുപടി അടുത്ത വാക്യം. ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാനയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി. ഇന്ന് ശ്രദ്ധിച്ച മോനെ, ഒരു സെക്കൻഡ് മോനെ. ഇപ്പൊ ദൈവത്തിന് മനസ്സിലായി ഈ കൂട്ടത്തിൽ ഒരല്പം സംഭവം പൊട്ടിയത് ഇവനേ ഉള്ളൂ. കോടിക്കണക്കിന് ജനത്തിനകത്ത് ഒരിച്ചിരി, നമ്മൾ പറയും തലയിൽ ഇച്ചിരി വെളിച്ചമുള്ള ഒരുത്തനെ ഉള്ളെന്നു. വെളിച്ചമുള്ള ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ. ആരാ? എൻ്റെ പ്രാർത്ഥന ഇതിനകത്ത് അങ്ങനെ വെളിച്ചമുള്ള ചിലർ എഴുന്നേക്കണം. ഒരുപാടൊന്നും വേണ്ട, ഒരൊറ്റ മതി. ഒരു സ്വോത്രം പറ. ചുമ്മാ പത്രമിട്ട് നടന്ന അല്ലേ, വെളുപ്പിന് 4 മണിക്ക് പോയി പത്രമിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ചായം വിറ്റ് നടന്ന ആ 5 അടി താഴെ പൊക്കമുള്ള ആ ചെറുക്കനെ ആരും മൈൻഡില്ല, ആരും അവനെ ശ്രദ്ധിച്ചുമില്ല. അവൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുമെന്ന് ആരെങ്കിലും കണ്ടോ? ഇല്ല. കാണാൻ കളറില്ല, അത്രയ്ക്ക് ഗ്ലാമറില്ല, പറയാനായിട്ട് കുടുംബ ശ്രേഷ്ഠതയില്ല. പക്ഷേ ആ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടക്കുമ്പോഴും അവൻ്റെ അകത്തൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആകാശത്തൂടി പറക്കുന്നൊരു സ്വപ്നം. ആ സ്വപ്നം ആ മനുഷ്യനെ ഇന്ത്യയുടെ പ്രഥമ സ്ഥാനത്ത് കൊണ്ടുവന്നെങ്കിൽ വെളിച്ചം ഒരുത്തന്റെ തലയിൽ അടിച്ചാൽ നിന്റെ ചരിത്രം ദൈവം മാറ്റും. ഇത് ആത്മാവിന്റെ ദൂത, ഇത് പരിശുദ്ധാത്മാവിന്റെ ദൂത. അങ്ങനെ ചിലത് ഇതിനകത്ത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ഒരു വാക്യം കൂടി വായിക്കണം. ഞാൻ എഴുതി വെച്ച പ്രസംഗമെല്ലാം മായ്ച്ചു കളയുക. ഒരു പ്രസംഗവും ഇന്ന് വരെ പ്രസംഗിച്ച് തീർക്കാൻ പറ്റിയിട്ടില്ല ഈ പുൾപിറ്റിൽ. ആമേൻ. 1-2 വാക്യം വായിച്ചു വരുമ്പോൾ സമയം തീരും. എന്നാലും ഒരു ദിവസം എല്ലാം കൂടി പ്രസംഗിക്കാം. ഒരു സ്വതന്ത്രം പറ. നിങ്ങളൊരു 2-3 ദിവസം ഒരൊറ്റ ഇരിപ്പ് രാവിലെ തൊട്ട് ഇരിക്കാമെങ്കിൽ 3 ദിവസം ഞാൻ നിമ്പി പ്രസംഗിച്ച് തീർക്കാം. എന്നാലും തീരില്ല. കാരണം ഇത് എടുക്കുന്ന ഒന്നും പ്രസംഗിച്ച് തീർക്കാൻ എനിക്കും അതിൻ്റെ സങ്കടമുണ്ട്. ഇതെല്ലാം മൊത്തം ഇതിനകത്ത് എഴുതി ഇങ്ങനെ വെച്ച് ഫോട്ടോ എടുത്ത് വെച്ചേക്കുക. കാരണം ഇതൊക്കെ പ്രസംഗിച്ച് ഏത് കാലത്ത് തീരാനാ? എങ്കിലും ഷോർട്ടായിട്ട് പറയാം. മത്തായി സുവിശേഷം 19:26 കർത്താവ് നോക്കിയിട്ടൊരു കാര്യം പറഞ്ഞു. യേശു അവരെ നോക്കി. അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. 2023 നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നത്തിലും മനുഷ്യർക്ക് അസാധ്യമാ,
പക്ഷെ എന്റെ ദൈവത്തിന് സാധ്യമാ. എന്റെ പറഞ്ഞു ആത്മാവി പ്രതികരിച്ചു. എന്റെ ദൈവത്തിന് ഒരു കാര്യം ദൈവം നോക്കിയിട്ട് പറഞ്ഞു, യേശു അവരെ നോക്കി എന്നിട്ട് പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. അടച്ചോ, ബൈബിൾ അടച്ചോ. അവൻ കർത്താവ് പറയാണ്, യേശു നോക്കി ഗിദെയോനെ നോക്കിയിട്ട് പറഞ്ഞു, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, എല്ലാരും പറ, ഈ ബലത്തോടെ പോകും. 2023 ആരംഭ ഞായറാഴ്ച സൈന്യങ്ങളുടെ ഹോ പറയുന്നു, ഈ ബലത്തോടെ പോ. ആമേൻ. മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ ചവിട്ടി മെതിക്കണം, കുന്നുകളെ തവിടുപൊടിയാക്കണം. ആമേൻ. ഇതിനെ നീ പേടിക്കരുത്, ഇതിനെ കണ്ട് ഭയപ്പെടരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് യഹോവ അവനെ നോക്കി, ഗിദെയോനെ ഈ ബലത്തോടെ പോകാം. അടുത്തിരിക്കുന്ന അവിടെ കൈ കൊടുത്ത് നല്ലപോലെ മുറുക്കി ഒന്ന് പിടിച്ചേ, ശരിക്കൊന്ന് പിടിച്ചേ, നല്ലപോലെ മുറുക്കെ പിടി. കുറച്ച് വേദനിച്ചാലും കുഴപ്പമില്ല, പിടിച്ചോട്ട് പറ, ഈ ബലത്തോടെ പോ. അന്യഭാഷ പറഞ്ഞിട്ട് പറ, ഈ ബലത്തോടെ പോ, ക്ഷീണിക്കരുത്, ഈ ബലത്തോടെ പോ. അവൻ ഈ ശക്തിയോടെ പോ. എവിടെ വേണം പോ, എവിടെയാ പോകേണ്ടത്? ഭൂമിയുടെ അറ്റത്തോടെ പോണോ? ഈ ബലത്തോടെ പോ. സ്വതന്ത്രം. ആമേൻ. ഞാൻ ഈ വർഷം എനിക്ക് ഒരുപാട് യാത്രയുണ്ട്. ഓസ്ട്രേലിയ പോണം, USA പോണം, UK പോണം. ഇത് ചുമ്മാ പറയല്ല, അവിടെ എല്ലാം മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അവിടെ എല്ലാം മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ട്, അവിടെ എല്ലാം ഞാൻ പോകും. എനിക്ക് ഈ ബലത്തോടെ പോകണം, നിങ്ങളും ഈ ബലത്തോടെ പോണോ, ദൈവസന്നിധിയിൽ ഈ ബലത്തോടെ പോണോ, കൺവെൻഷൻ സ്റ്റേജുകളിലേക്ക് പോണോ, മീറ്റിംഗുകളിലേക്ക് പോണോ. പ്രാപിച്ചോ ദൈവദാസന്മാരെ, നിങ്ങളുടെ മീറ്റിംഗുകളിലേക്ക് നിങ്ങൾ പോകുന്നിടത്ത് ഈ ബലത്തോടെ പോ. ഏതാണ് ഈ ബലം? ദൈവം പറഞ്ഞു, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതത്രേ. യേശു അവരെ നോക്കി എന്നിട്ട് പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം. മനുഷ്യർക്ക് അസാധ്യം. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന വിഷയം, നിങ്ങൾ സ്വപ്നം കണ്ട വിഷയം, നിങ്ങൾ കുടുംബമായി തീരുമാനിക്കുന്ന വിഷയം മനുഷ്യർക്ക് അസാധ്യം. പക്ഷെ ദൈവത്തിന് സാധ്യം. എന്റെ ദൈവത്തിന് സാധ്യം. നിങ്ങൾ ഏതാണോ സ്വപ്നം കണ്ടത്, നിങ്ങൾ ഏതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഏതാണോ ചെയ്യാൻ പോകുന്നത്, അത് മനുഷ്യർക്ക് അസാധ്യം, എന്റെ ദൈവത്തിന് സാധ്യം. അതുകൊണ്ട് പറ, ഇല്ല, എൻ ദൈവത്താൽ അസാധ്യമായതില്ല, അസാധ്യമായതില്ല, എൻ ദൈവത്താൽ അസാധ്യമായതില്ല. അപ്പോ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ മക്കളെ? ഈ മുമ്പിൽ കിടക്കുന്ന കസേരയെല്ലാം അങ്ങ് ചായച്ചു വെച്ചിട്ട് അങ്ങോട്ട് മാറ്റിക്കേ. എല്ലാ കസേര, അവിടെ ഇരിക്കുന്ന കസേരയൊക്കെ അങ്ങോട്ട് മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സഹോദരന്മാരെ, ഈ കസേരയൊക്കെ ഒന്ന് മാറ്റിക്കുക. സഹോദരിമാരുടെ കസേര, മക്കളെടാ, ജീസേ ഒന്ന് ആ കസേര എല്ലാം മാറ്റി. ആന്റിമാരുടെ ശോഭലെ, ആ കസേര എല്ലാം പുറകോട്ട് മാറ്റി. ഇവിടുത്തെ കസേരയൊക്കെ മാറ്റിക്കോ. കൊച്ചുങ്ങളെയൊക്കെ പുറകിലോട്ട് മാറ്റിക്കോ. ബാഗെല്ലാം മാറ്റിക്കോ, ബൈബിളെല്ലാം മാറ്റിക്കോ. ചവിട്ടരുത്, ആരും ബൈബിളെ ചവിട്ടരുത്. സ്വോത്രം. നിങ്ങൾ വിചാരിക്കും ഇവിടെ കേക്ക് മുറിക്കാൻ പോവുകയാണ്. അല്ല. അവൻ ചിലർ ചിന്തിക്കുന്നുണ്ട് പുറകിന്ന്, പാർസ് എന്തോ സർപ്രൈസ് ഫുഡ് ഇവിടെ ഉണ്ടാക്കിയിട്ട് നല്ല ഫുഡ് തരാൻ പോയി. അവിടെ സ്വോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങോട്ട് മക്കളെ ഓടിയോ നമ്മൾ ആരാധിക്കാൻ പോകുക. വേണം എല്ലാ ചെയറും മാറ്റിക്കോ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആഴ്ച ഇട്ടാൽ മതി. സ്വോത്രം. ആമേൻ. നമ്മൾ ശരിക്കൊന്ന് ആരാധിക്കാൻ പോകുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പോൾ യഹോവ അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു, ഗിദെയോനെ ഈ ബലത്തോടെ പോ. അങ്ങനെയാണെങ്കിൽ ബലം പ്രാപിക്കണ്ടേ? ഈ ബലത്തോടെ പോകണമെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് എന്ത് പ്രാപിക്കണം? ഒരു ബലം പ്രാപിക്കണം. നമ്മുടെ ആനന്ദത്തോടെ, അല്ലേ? സ്വതന്ത്രം. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ.